Hi students, SLC IT sample questions Inkscape bath ennulla question nokam. Prepare an image of teacup in Inkscape software as shown in the model. Group the entire image, export the prepared image as PNG file to the exam10 folder in home with your register number underscore question number as the file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഈ ബോർഡർ ഒഴിവാക്കാണ്. ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, അതിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് കൊടുക്കുന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു സർക്കിളാണ്. അപ്പം നമ്മളിവിടെ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. ഇവിടുന്ന് സർക്കിൾ ടൂൾ ഡ്രോ ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഹാഫ് സർക്കിളാണ്. അപ്പോൾ അതിനെ നമുക്ക് സർക്കിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം, ഫുൾ സർക്കിളിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിനെ വേണ്ട രീതിയിൽ പിക്ചറിലുള്ളതുപോലെ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഒരു ഗ്രേഡിയൻ കളറാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ വൈറ്റ് കളറും ഇവിടെ ഗ്രേ കളറുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രേഡിയൻ ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഗ്രേഡിയൻ ടൂൾ എടുക്കുന്നു. ഇവിടെ ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ലിനിയർ ഗ്രേഡിയൻ്റ് ആണ്, രണ്ടാമത്തത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഈ റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണാം സെൻറ്റർ പാർട്ടിലാണ് വൈറ്റ് കളറായിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തതിൽ നമുക്ക് സെൻറ്ററിലാണ് വൈറ്റ് വരേണ്ടത്. അപ്പോൾ ഈ സെൻറ്ററിൽ ഇവിടെ സ്ക്വയറിലൊന്ന് ക്ലിക്ക് ചെയ്തു, അവിടെ നമ്മൾ വൈറ്റ് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡിൽ ഇവിടെ കാണുന്ന ഈ ഒരു സർക്കിളിലോ അല്ലെ എവിടെയോ ഈ സർക്കിളിലോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുന്നു. കുറച്ചും കൂടി ഡാർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു. അപ്പോൾ നമുക്ക് ഏതാണ്ട് ക്വസ്റ്റ്യനിലെ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണ്ടത് ഒരു സർക്കിളും കൂടി വേണം. അപ്പോൾ അതിനായിട്ട് അടുത്തത് നമ്മളൊരു സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കളറിൽ കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. ഈ സർക്കിളും ഇപ്പോൾ ഈ തന്നിരിക്കുന്ന താഴത്തെ സർക്കിൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പാത്തിൽ ഡിഫറൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ടായി പോയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒരു സർക്കിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ഒരു സർക്കിളും കൂടി ഡ്രോ ചെയ്യുക. ഒരു ഗ്രേ കളറിൽ ഡ്രോ ചെയ്തു. എന്നിട്ട് ഇതിനെ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മളൊരു ചെറിയ ഗ്രേഡിയൻ്റ് കൊടുക്കണം. അതിനായിട്ട് വീണ്ടും ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ സൈഡിലാണ് ലൈറ്റ് കളർ ഉള്ളത്, ഇവിടെ ഡാർക്ക് കളറാണ്. അപ്പോൾ ലിനിയർ ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് ലിനിയർ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് കളറാണ്. അതേപോലെ ഇവിടെ കൊടുക്കുന്നത് കുറച്ചും കൂടി ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുന്നു. വേണ്ട രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പിക്ചർ തന്നതുപോലെ ഏതാണ്ടാക്കിയിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തായിട്ടുള്ള ഈ ഒരു സർക്കിളും കൂടി ഡ്രോ ചെയ്യുക. അവിടെ പ്രത്യേകിച്ച് ഗ്രേഡിയൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സർക്കിളും കൂടി സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കാമായിരുന്നു. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു സർക്കിളും കൂടി വെക്കുന്നു. ഇനി ഇതിൻ്റെ പുറകിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൽ ലോവർ കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് പിക്ചർ തന്നതുപോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ ഏതാണ്ട് പിക്ചറിലുള്ളതുപോലെ ഉണ്ട്. അപ്പം ഇതിനെ നമ്മളിനി ഗ്രൂപ്പ് ചെയ്യാണ് വേണ്ടത്. ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തു, എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്
സേവ് ചെയ്യാനാണ്. എക്സ്പോർട്ട് ദ പ്രിപ്പയർഡ് ഇമേജ് ആസ് PNG ഫയൽ. അപ്പോൾ അത് PNG ഫയലിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഇതിൽ നമ്മളിവിടെ എക്സ്പോർട്ട് ആസ് എന്നുള്ളത് കൊടുക്കുക. അവിടെ ഹോമിൽ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, 1 എന്ന് കൊടുത്തു. ഇവിടെ സേവ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിവിടെ വന്നു. ഇതിനെ നമ്മളിനി എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക, എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് എക്സ്പോർട്ട് PNG ഫയലിൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് നോക്കാം. ഹോമിൽ exam10 എടുക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ കൊടുത്ത ഇമേജ് ഇതാ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.